ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനിയും അങ്ങനെ തന്നെ മോള് പെരുമാറണം. എനിക്ക് എന്നെ പോലെ അവനെ പറ്റുള്ളൂ, അല്ലാതെ അവളെ പോലെ അവനൊന്നും പറ്റില്ല. ആകെയുള്ളത് സർപ്പശാപം കഴിഞ്ഞതിന് ശേഷം ഗാഥ നാഗത്തെ കണ്ട് പേടിച്ചു എന്നുള്ളത് മാത്രമാ. അപ്പൊ നീ എന്താ ചെയ്യേണ്ടത്? ഈ പ്രശ്നങ്ങളിൽ മനസ്സ് തകർന്നിരിക്കുന്ന നിന്റെ പെണ്ണിന് സ്നേഹം കൊടുത്ത് കൂടെ നിൽക്കുകയല്ലേ. നിങ്ങളുടെ ജീവിതം ഈ വീട്ടിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ വളരെ നല്ലതായിരിക്കുമെന്നുള്ളൊരു വിശ്വാസം അമ്മയ്ക്കുണ്ട്. മോനും അങ്ങനെ തന്നെ വിശ്വസിക്കണം. ചെറിയ ചെറിയ വാക്കുകളിൽ സംസാരിച്ചിരുന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും വല്ലാതെ ശ്രദ്ധിക്കുന്ന, സ്നേഹം കൊണ്ട് നമ്മളൊക്കെ വീർപ്പ് മുട്ടിക്കുന്ന ഗാഥയുടെ പെരുമാറ്റമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാം നടക്കൂടാ. ശപിക്കാൻ നിന്നിരുന്ന നാഗദൈവങ്ങളെ പോലും അനുഗ്രഹത്തോടെ തലതാഴ്ത്തിയില്ലേ, പിന്നെ ആര് തടയാനാ? സമാധാനിക്കേട്ടോ. ആ മോളെ, മമ്മി, നവീനുമായിട്ടുള്ള സൗന്ദര്യപ്പണക്കൊക്കെ അവസാനിച്ചോ? മോള് തിരിച്ചു വന്നപ്പോ എല്ലാവർക്കും സന്തോഷമായി കാണും അല്ലേ? നവീന്റെ മനസ്സിൽ ഞാനില്ല മമ്മി. നവീന്റെ മനസ്സ് മുഴുവനെ ആ കൃഷ്ണയാ. നവീൻ അത് നേരിട്ട് പറയുന്നത് ഞാൻ കേട്ടു. അതെങ്ങനെ? നിനക്ക് പകരം കൃഷ്ണ അവിടെ നിന്നതെന്ന് അവിടെ ആർക്കും അറിയില്ലല്ലോ. ഓ, അങ്ങനെയൊന്നും അല്ല മമ്മി. ഇതുവരെ കൂടെ നിന്നിരുന്ന ഗാഥ വേറെയാണ്. ഇപ്പൊ കൂടെ നിൽക്കുന്ന ഗാഥയുടെ സ്വഭാവം പണ്ടത്തെ പോലെ അല്ല എന്നൊക്കെയാണ് അവര് പറയുന്നത്. അതിന്ന് എന്താ ഞാൻ മനസ്സിലാക്കണ്ടേ? അവള് മമ്മി പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല. പറ്റാവുന്ന രീതിയിലൊക്കെ നവീനെ വശീകരിച്ചെടുത്തിട്ടുണ്ട്. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? കൃഷ്ണ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മമ്മിക്ക് ഇപ്പോഴും അവളെ വിശ്വാസാണോ? അവളെ എന്നെ വിളിച്ചിരുന്നു. എന്തിനാന്നറിയോ? നവീന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ. അവൾ എന്തിനാ നവീനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത്? അവൾ എന്തിനാ കളരിക്കിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ദൂരെ ഇരുന്നിട്ട് സമാധാനം കിട്ടുന്നുണ്ടാവില്ല. കൊറേ കാലം അവള് മനസ്സറിഞ്ഞങ്ങ് പ്രേമിച്ചതല്ലേ. മോളെ, അവൾക്കങ്ങനെ നവീനോട് ഇഷ്ടവും മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ അവക്ക് നവീനെ വിളിക്കായിരുന്നല്ലോ. അവള് നിന്നെയല്ലേ വിളിച്ചത്. ആ കുട്ടി അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. അവള് പറഞ്ഞ വാക്ക് പാലിക്കും. എനിക്ക് 100% ഉറപ്പാ. സ്വന്തം മോളുടെ കുടുംബജീവിതം തകർന്നാലും മമ്മി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. മോളെ, അവിടെ ഉള്ളവരുടെ മനസ്സില്, നവീന്റെ മനസ്സില് ഒക്കെ ഇത്രയും കാലം കൂടെ നിന്നിരുന്ന ഒരു ഗാഥയുണ്ടല്ലോ. അത് ആ കൃഷ്ണയുടെ സ്നേഹത്തിന്റെയും പെരുമാറ്റത്തിന്റെ ഒക്കെയാ. എന്തുകൊണ്ട് മോക്കും അങ്ങനെ ആയിക്കൂടാ? നവീനെ നിനക്ക് ഇഷ്ടല്ലേ? നീ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങിയ പിന്നെ നവീൻ അത് നിഷേധിക്കാൻ പറ്റുമോ? ആ കുടുംബത്തിലുള്ളവർക്ക് നിഷേധിക്കാൻ പറ്റുമോ? നോക്ക് ഗാഥ, ഒന്ന് മനസ്സറിഞ്ഞ് പെരുമാറിയാല് ഈ വിഷയത്തിന് വേണ്ടി മമ്മിയെ പോലും നിനക്ക് വിളിക്കേണ്ടി വരില്ല. ഓക്കെ ഓക്കെ, പക്ഷേ ഇനി അവൾ എന്നോടൊന്നും ചോദിക്കാൻ പാടില്ല. അവൾ എന്നെ വിളിക്കാനും പാടില്ല. അത് മമ്മി തന്നെ അവളെ വിളിച്ച് പറഞ്ഞേക്കണം. പറയാം. ഹാ, എന്നോട് പറഞ്ഞാ പോരാ, അവളോട് പറയണം, വിലക്കണം. അല്ലാതെ വീണ്ടും വീണ്ടും എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ അവള് വന്നാലുണ്ടല്ലോ, എനിക്ക് തോന്നിയത് എന്തെങ്കിലും ഞാനും ചെയ്യും. പിന്നത് ആർക്കും ബുദ്ധിമുട്ടാവരുത്. ഞാൻ പറയാം മോളെ. നോക്ക്, അമ്മ പറഞ്ഞതുപോലെ പെരുമാറിയ മതി. സിനി, എന്താ മാം? കൃഷ്ണയെ വിളിച്ച് അത്യാവശ്യമായിട്ട് നീ കാണണമെന്ന് പറയൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാം? പറയുന്ന കാര്യം ഒന്ന് ചെയ്യാവോ? ശരി മാം.
എന്താ മോളെ? കിച്ചണില് ജോലിയൊന്നുമില്ലേ? ഞാനും കൂടെ സഹായിക്കാം. ആ, മോള് റെസ്റ്റ് എടുത്തോ. അതൊക്കെ അമ്മയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താ മോളെ? അത് അമ്മേ, മനസ്സ് നേരെ അല്ലാത്തോണ്ടാ ഇങ്ങനെയൊക്കെ. നവീനോട് സത്യത്തിൽ ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോക്ക്? അയ്യോ അങ്ങനെയൊന്നുമില്ല. എന്നെ മനസ്സിലാക്കാതെ പോകുമ്പോ. മോളെ, നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും നമ്മുടെ പങ്കാളിക്ക് ഇഷ്ടമാവണമെന്നില്ല. അതുപോലെ തന്നെയാ തിരിച്ചും. വേറൊന്നും വേണ്ട. ഇപ്പൊ മോൾക്ക് ഒരു പെർഫ്യൂമിന്റെ മണം വളരെ ഇഷ്ടമാണെന്ന് വെച്ചോ. നവീൻ അത് ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നുകില് ആ പെർഫ്യൂം മോളായിട്ട് ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ആ പെർഫ്യൂമിന്റെ മണം അഡ്ജസ്റ്റ് ചെയ്യാൻ നവീൻ തയ്യാറാവണം. ഈ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഒരു ദാമ്പത്യം. നമ്മുടെ കൺമുമ്പിൽ ഒരുപാട് നാള് നീണ്ടു നിൽക്കുന്ന കുടുംബ ബന്ധങ്ങളില്ലേ? അവിടെയൊക്കെ പറഞ്ഞും പറയാതെയും ഈ അഡ്ജസ്റ്റ്മെന്റ് തന്നെയാ നടക്കുന്നേ. ഗാതമോൾക്ക് ഈ കുടുംബത്തിന് ഇണങ്ങുന്ന രീതിയിൽ പെരുമാറാൻ പറ്റുമോന്ന് ചെറിയൊരു സംശയം ഇവിടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ മോള് കാണിച്ച മാറ്റമില്ലേ, അതെല്ലാവരെയും അതിശയിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോഴൊക്കെ എന്ത് രസമായിട്ടാ മോള് പെരുമാറിയിരുന്നേ. എന്തൊക്കെ തമാശകളാ പറഞ്ഞിരുന്നേ. ലോകത്തെ ഏതൊരു പെൺകുട്ടിക്കും മാതൃകയായി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു മോള്. ഇനിയും അങ്ങനെ തന്നെ മോള് പെരുമാറണം. എനിക്ക് എന്നെ പോലെ അവനെ പറ്റുള്ളൂ, അല്ലാതെ അവളെ പോലെ അവനൊന്നും പറ്റില്ല. അവളെ പോലെ ആകാൻ പറ്റില്ലാന്നോ? അതാരാ? അത് നവീൻ, എനിക്ക് 2 സ്വഭാവം ഉണ്ടെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അതിലെ ഒരു സ്വഭാവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോയെന്ന് മാത്രം. അങ്ങനെ അല്ലല്ലോ മോളെ പറഞ്ഞത്. കൃത്യമായി പറ. അവളെ പോലെയാകാൻ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് തന്നെയാ പറഞ്ഞു. സുമിത്രയ്ക്ക് വല്ല സംശയമുണ്ടോ?